നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അപൂർവങ്ങളായിട്ടുള്ള ചില പുരാണ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയൊന്നും പ്രചാരമായിട്ടുള്ള കഥകളല്ല, കേട്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഈ കഥകൾ കേൾക്കൂട്ടോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ, കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കൂ. നമുക്ക് പുരാണ കഥകളിലേക്ക് തന്നെ പോകാം. പുരാണ കഥകളിൽ ഒരു പ്രധാനപ്പെട്ട പുരാണം പറയുമ്പോൾ നമ്മളതിൽ നമ്മുടെ മഹർഷിമാർ മുനിമാർ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അഷ്ടാവക്രൻ എന്നു പേരുള്ളൊരു മുനി. ഇന്ന് നമ്മൾ പറയുന്നത് അഷ്ടാവക്രൻ്റെ കഥ. അഷ്ടാവക്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് വരാൻ തന്നെ കാരണം 8 വക്രം എന്ന് പറഞ്ഞാൽ വളവ്, അഷ്ടം സംസ്കൃതത്തിലെ 8 വളവുകളോടുകൂടിയ ഒടിവുകളോടുകൂടിയ ഒരാളായിരുന്നു അദ്ദേഹം. അതായത് അതിൻ്റെ കൈ മടങ്ങും, വിരലുകൾ ഇങ്ങനെ മടങ്ങി, കൈ മടങ്ങി, കാല് മടങ്ങി, നടു വളഞ്ഞ്, കാലുകളുടെ പത്തിയൊന്ന് വളഞ്ഞ്, അങ്ങനെ 8 വളവുകളോടെ ചെരിഞ്ഞ കിടക്കുള്ളൂ. നടുന്ന് പറഞ്ഞ് കിടക്കാൻ അഷ്ടാവക്രന് കഴിയില്ല. അങ്ങനെ ജന്മനാ കുട്ടി നല്ല കുട്ടിയായിട്ട് സാധാരണ മനുഷ്യക്കുട്ടിയെ പോലെ വരേണ്ടതാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, തർക്കശാസ്ത്രത്തിൽ അതിവിദഗ്ധനാണ്. അത് കുട്ടിക്കാലം തൊട്ടേ പഠിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു കഹോടകൻ വളരെ വേദങ്ങളിലൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു മഹർഷിയാണ് കഹോടകൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു വേറെ അതുപോലെ തന്നെ കഹോടകനോടൊപ്പം നിൽക്കാവുന്ന വേദജ്ഞാനമുള്ള മറ്റൊരു മഹർഷിയാണ് ഉദ്ദാലപ മഹർഷിയുടെ അരുമ മകളാണ്. ഒരേ ഒരു മകളേ ഉള്ളൂ കേട്ടോ. ആ മകൾ അതീവ സുന്ദരിയാണ്. അച്ഛൻ്റെ അടുത്തുനിന്ന് വേദങ്ങളൊക്കെ പഠിച്ച് കേട്ടിട്ടുള്ളൊരു ജ്ഞാനമൊക്കെ ഉണ്ട്. അദ്ദേഹം കഹോടക മഹർഷിയുടെ ഭാര്യയായിട്ട് ആ കുട്ടി വന്നു, സുജാത. അങ്ങനെ സുജാതയും കഹോടക മഹർഷിയൊക്കെ വളരെ സുഖമായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് വേദോച്ചാരണം ഉണ്ടല്ലോ എപ്പോഴും. കഹോടക മഹർഷിക്ക് വളരെ ജ്ഞാനമുള്ള ആളാണ് താനും. കുട്ടികളെയൊക്കെ മറ്റുള്ളവരെ ശിഷ്യന്മാർ ഒരുപാടുണ്ട്. അവർക്ക് വേദം ഉച്ചരിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. വേദ ആശ്രമവും ധാരാളം ശിഷ്യന്മാരും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഇരിക്കെ ഇവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സുജാത ഗർഭിണിയായി. അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. നിത്യപൂജകളിലൊക്കെ പ്രാർത്ഥനകളുണ്ടായിരുന്നു. നല്ലൊരു മകൻ ജനിക്കാൻ വേണ്ടി സുജാത വളരെയേറെ അച്ഛനെ പോലെ തന്നെ നല്ല ജ്ഞാനമുള്ള അറിവുള്ള ഒരു മകൻ ജനിക്കാനായിട്ട് സുജാത വളരെയേറെ വ്രതശുദ്ധിയോടുകൂടി ജീവിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തിനു പറയണോ, ഈ കഹോടകൻ ഇങ്ങനെ വേദങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഗർഭിണിയായ സുജാത അവിടെ ചെന്നിരിക്കാറുണ്ട്. സുജാതയ്ക്ക് കുറച്ചൊക്കെ എന്താ പറയണേ അദ്ദേഹം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. സുജാതയുടെ അച്ഛൻ ഉദ്ദാലപ മഹർഷി നല്ല വേദച്ഛനാണല്ലോ. അങ്ങനെ കേട്ടിരിക്കുമ്പോൾ സുജാത അവിടെ ചെന്നിരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവായ ആ കുട്ടി, ഗർഭത്തിൽ കിടന്നുകൊണ്ട് കുട്ടി ഈ കഹോടക മഹർഷിയുടെ വേദം പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കേട്ടുമ്പോൾ സദാ ജ്ഞാനിയായ ഈ കുട്ടിക്ക് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്ത ക്ലാസ് പിറ്റേ ദിവസം അച്ഛൻ ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ചെറിയ പിഴവ് വന്നു. ഉടൻ തന്നെ ഈ ഗർഭസ്ഥ ശിശു അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അച്ഛാ അതങ്ങനെയല്ല കേട്ടോ, ഒന്ന് ചിന്തിക്കൂ, മറ്റൊരു വിധത്തിലല്ലേ എന്ന് ചോദിച്ചു. വളരെ നിഷ്കളങ്കനായിട്ടാണ് കേട്ടോ കുട്ടി അച്ഛനെ ഈ പറ്റിയ അബദ്ധം ഓർമ്മപ്പെടുത്തിയത്. മറ്റുള്ളവർക്ക് കുട്ടികൾക്ക് അബദ്ധം പറഞ്ഞു കൊടുത്താൽ പറ്റില്ലല്ലോ. ഈ പഠിപ്പിക്കുക എന്നുള്ള ജോലി, ഒരധ്യാപകൻ എന്നുള്ള ജോലി അല്ലെങ്കിൽ അത് എപ്പോഴും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന്. എന്താ കാരണം, നമ്മൾ പഠിപ്പിക്കുകയാണ്, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ശരിയായത് മാത്രമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ കഹോടക മഹർഷി ഈ വേദങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക ഒരു ചെറിയ അബദ്ധം പറ്റി. അപ്പം അതിനു മുമ്പ് പഠിപ്പിച്ച കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ അബദ്ധമായതുകൊണ്ട് ഈ ഗർഭസ്ഥ ശിശുവിനത് കേട്ടപ്പോൾ മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം അച്ഛനെ തിരുത്താനായിട്ട് ശ്രമിച്ചു. വയറ്റിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. സുജാത എന്താണാവോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് പേടിച്ചു എണീറ്റു. നോക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി, ഇവിടെ നോക്കി ആരെയും കാണാനില്ല. ഒരു കുട്ടിയുടെ ശബ്ദം.
അപ്പോൾ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ കുട്ടി വീണ്ടും വിളിച്ചു പറഞ്ഞു അത് തെറ്റാണ്, തിരുത്തി പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. കഹോടക മഹർഷിക്ക് മനസ്സിലായി തൻ്റെ പുത്രൻ വയറ്റിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. അവനവൻ്റെ അമ്മയുടെ വയറ്റിലാണ് കിടക്കണേ, ഗർഭത്തിലാണ്. എന്നിട്ട് പോലും വേദങ്ങളിൽ പറ്റിയിട്ട് അറിവ് നേടാൻ തക്ക പ്രാപ്തി ആ കുട്ടിക്കുണ്ടായിരിക്കും. കഹോടകന് ആദ്യം ഒന്ന് സന്തോഷം തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോണ്ടല്ലോ, ഇവൻ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണക്കാവുമല്ലോ, എന്നെക്കാളൊക്കെ മികച്ച വിദ്വാനാവണതിന് പകരം ഇവൻ അച്ഛനെ തിരുത്താൻ മാത്രം, ഗർഭത്തിലിരിക്കെ തന്നെ അച്ഛനെ തിരുത്താൻ മാത്രം പ്രാപ്തനായി. അങ്ങനൊരു മകന് അവന് എന്തെങ്കിലും ഒരു ന്യൂനത വേണം. ന്യൂനത എന്ന് പറഞ്ഞൊരു കുറവ്, ഒരു പോരായ്മ പറയാനായിട്ട് അവനെ ഒരു കുറവുണ്ടാക്കാൻ, എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടാക്കാനായിട്ട് ഉദ്ദാലക മഹർഷി കുട്ടി അങ്ങനെ ശപിച്ചു. നീ 8 വളവുള്ള അവനായിട്ടാണ് ജനിക്കുക, നീ അഷ്ടാവക്രനായിട്ടാണ് ജനിക്കുക, 8 വളവ് നിനക്കുണ്ടാകും, നോക്കിക്കോ എന്ന് പറയണോ. ശാപമൊക്കെ കഴിഞ്ഞു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, എല്ലാവരും പോയി, അവനവൻ്റെ ഇടങ്ങളിലൊക്കെ പോയി, ജീവിത വഴി തന്നെ തിരിഞ്ഞ് പല വഴിക്ക് പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈ സുജാതയുടെ ഗർഭം മുതിർന്നു, ഗർഭസ്ഥ ശിശു വളർച്ച പൂർത്തിയായി. ഉടനെ എന്തിനു പറയുന്നു, സുജാത നല്ലൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേ അപ്പോഴേക്ക് ആ കുട്ടിയെ കണ്ട വഴിക്ക് സുജാതയുടെ നെഞ്ചങ്ങ് തകർന്നു. അച്ഛൻ്റെ ശാപം മൂലം 8 വളവുള്ളൊരു കുട്ടിയായിട്ടാണ് ജനിച്ചത് തൻ്റെ മകൻ. അച്ഛൻ ചെന്ന് നോക്കിയപ്പോഴോ, അച്ഛൻ കുട്ടിയെടുത്തപ്പോഴാണ് ഇത് തന്നെ 8 വക്രത്തെരുവുകൾ, 8 അഷ്ടവക്രനായൊരു മകൻ, 8 വളവുകളിലൊരു മകൻ. എന്താ ചെയ്യണേ? ഇപ്പോൾ താൻ ശപിച്ചു പോയി, ഇനിയിപ്പോൾ ശാപമോക്ഷം കൊടുക്കാൻ എന്താ വഴി? ഒരു വഴി മഹർഷി ആലോചിച്ചിട്ട് കാണില്ല. അങ്ങനെ അഷ്ടാവക്രൻ ഈ 8 വളവുകളുണ്ടെങ്കിലും അദ്ദേഹം ആ ശരീരത്തിൻ്റെ അപാകതകളൊക്കെ അതിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് എല്ലാ ജ്ഞാനം നേടാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തു. നല്ല പണ്ഡിതനൊക്കെ ആയിത്തീർന്നു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ത്തിൻ്റെ അച്ഛൻ കഹോടകനെ അന്നത്തെ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലേക്ക് രാജദൂതന്മാർ വന്നു, അങ്ങനെ വിളിക്കുന്നുണ്ട് അവിടെ നിന്നുള്ളൂ. അപ്പോൾ കഹോടക മഹർഷി ചോദിച്ചാൽ എന്താ അപ്പോൾ അവിടെ, ഞാനിപ്പോൾ ഇതിനെ വരണേ, യാഗം വല്ലതും നടക്കണ്ട ചോദിച്ചു. യാതൊന്നുമല്ല, വേറെ എവിടുന്നോ പുറമേ നിന്ന് ദൂരെ നിന്ന് വേറെ 2 പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, അവരുമായിട്ട് ഏറ്റുനിട്ട് ജ്ഞാനം ആ അറിവ് ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങയോട് രാജാവ് വരാമെന്നുണ്ടായിരുന്നു. കഹോടകൻ പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ജനക മഹാരാജാവിൻ്റെ രാജസദസ്സാണത്. വളരെ വലിയ മഹാസാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് ജനക മഹാരാജ. വാന്തീനൻ എന്ന് പറയുന്നൊരു പണ്ഡിതൻ, അദ്ദേഹമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. ഇവിടുത്തെ പണ്ഡിതനായ കഹോടകനെ ഒന്ന് തോൽപ്പിക്കണം എന്നുണ്ട്, ഒന്ന് ഇതാക്കി തരം താഴ്ത്തി കാണണം. അതിനു വേണ്ടിയിട്ട് വാന്തീനൻ വന്നിരിക്കുകയാണ്. വാന്തീനൻ വന്നു, രാജാവ് സ്വീകരിച്ചു, ആസനമൊക്കെ സിംഹാസനമൊക്കെ ഇട്ട് കൊടുത്തു, ഇരുന്നു, ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തേക്കും കഹോടകൻ ചെന്നു, അവർ തമ്മിൽ വാക്തർക്കമായി. വാക്തർക്കം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അങ്ങും ഇങ്ങും അറിവുകളുടെ രണ്ടാൾക്കുള്ള അറിവ്. വാന്തീനൻ ചോദിക്കുന്ന ചോദ്യത്തിന് കഹോടകൻ പറയും, കഹോടകൻ ചോദിക്കുന്ന ചോദ്യത്തിന് വാന്തീനൻ ഉത്തരം പറയണം. അങ്ങനെയായി ഒക്കെ കഴിഞ്ഞിട്ട് ഈ വാന്തീനൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതൊക്കെ പറഞ്ഞു, കഹോടകൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അവർ തമ്മിലുള്ള തർക്കത്തിൽ തോറ്റുപോയത് കഹോടകനാണ്. ഉടനെ പിടിച്ച് കഹോടകനെ എന്തിനു പറയണു, ഈ രാജസദസ്സിൽ ചെന്ന് എന്തെങ്കിലും അഷ്ടാവക്രൻ വളരെ ദുഃഖിച്ചു. തൻ്റെ അച്ഛന് ഇങ്ങനെ പറ്റിയല്ലോ, അച്ഛൻ പരാജിതപ്പെട്ടുല്ലോ. വ്യവസ്ഥ പ്രകാരം കഹോടകൻ, അപ്പോൾ ഇവർ തമ്മിൽ ബെറ്റ് വെച്ചു, അങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 പേര് വാന്തീനനും കഹോടകനും തമ്മിൽ മത്സരിച്ചപ്പോൾ. എന്താണെന്ന് വെച്ചാൽ തോൽക്കുന്ന ആളെ കടലിലേക്ക് എറിയും, അതാണ് കണക്ക്. ഇവിടെ ഇപ്പോൾ ഈ കഹോടകനാണ് തോറ്റുപോയത്.
കാര്യം വന്ന ആളാണ് വാന്തിയൻ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വ്യവസ്ഥ അനുസരിച്ച് കാന്തിയനെ കടലിൽ എറിഞ്ഞു കാണും എന്ന് കരുതി ഈ കുട്ടി അതുപോലെ കടലിൽ എറിയുകയും ചെയ്തു. ഈ വിവരം ആശ്രമത്തിൽ അറിഞ്ഞു. മകന് സങ്കടമായി. അയ്യോ, അച്ഛനെ കടലിൽ എറിഞ്ഞു, എത്ര കടൽ മൃഗങ്ങളുണ്ട്, ഇല്ല ഒന്നുകിൽ മുങ്ങി മരിക്കും, അതല്ലെങ്കിൽ കടൽ മൃഗങ്ങൾ ഭക്ഷണമാക്കുമല്ലോ എന്നൊക്കെ കരുതി വിഷമിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് രാജസദസ്സിൽ പ്രവേശിച്ചു. തൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നു. ഭടന്മാരെ കടത്തി വിട്ടില്ല. എവിടെ കുട്ടികൾക്ക് ഒന്നും പ്രവേശനമില്ല, ഒക്കെ വലിയ ആൾക്കാർക്ക് പണ്ഡിതന്മാർക്ക് മാത്രമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ് അറിവും മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജസന്നിധിയിൽ പ്രായമൊന്നുമല്ല നോക്കേണ്ടത്, കുട്ടിയാണോ പ്രായമുണ്ടോ വയസ്സായോ എന്നല്ല നോക്കേണ്ടത്, ജ്ഞാനമാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള തത്വങ്ങളൊക്കെ ഈ അഷ്ടാവക്രം പറയാൻ തുടങ്ങിയപ്പോൾ ഒടുവിൽ രാജഭടന്മാർ അദ്ദേഹത്തെ കടത്തിവിട്ടു. അദ്ദേഹത്തെ രാജാവിൻ്റെ മുൻപിലെത്തി. അദ്ദേഹം പീഠം കൊടുത്തൊക്കെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ വാന്തിയനൻ്റെ ചോദ്യത്തിന് കഹോടകൻ ഉത്തരം പറയാത്തത് കൊണ്ടാണ് കടലിൽ എറിഞ്ഞത്. അത് രണ്ടുപേരും സമ്മതിച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ കഹോടകൻ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചതിലും ശിക്ഷ കൊടുക്കേണ്ടി വന്നതിലും രാജാവിന്, ജനക മഹാരാജാവിന് നല്ലോണം സങ്കടമുണ്ട്, അസലായിട്ട് സങ്കടമുണ്ട്. എന്താ ചെയ്യണേ? പക്ഷേ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാന്തിയനൻ്റെ ഈ ചോദ്യം ആവർത്തിച്ചു. അഷ്ടാവക്രൻ അതിന് മറുപടി പറഞ്ഞു. ഇനി അച്ഛനെ കൊണ്ടുവരാനായിട്ട് എന്താ വേണ്ടേ? അദ്ദേഹം വേഗം തന്നെ ഈ വാന്തിയൻ ഇവിടേക്ക് ബുദ്ധിസാമർഥ്യം, ഈ കുട്ടിയുടെ ബുദ്ധിസാമർഥ്യം കണ്ട് രാജാവിന് വളരെ സന്തോഷം തോന്നി. അച്ഛൻ്റെ എതിരാളിയായ വാന്തിയനെ തർക്കത്തിൽ പരാജയപ്പെടുത്താൻ തനിക്ക് സാധിച്ചല്ലോ എന്നോർത്ത് അഷ്ടാവക്രനും വളരെ സന്തോഷിച്ചു. വേഗം തന്നെ തോറ്റാളെയല്ലേ കടലിലെറിയേണ്ടത്, ഇയാളെ പിടിച്ചു. വാന്തിയനെ പിടിച്ചു കെട്ടി കടൽ തീരത്ത് കൊണ്ടുപോയി. എങ്ങനെയാണോ കഹോടകനെ കടലിലേക്ക് എറിഞ്ഞത് അതുപോലെ ഇപ്പോൾ പരാജിതനായ വാന്തിയനെ കടലിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. അപ്പോഴുണ്ടായൊരു സംഭവം കേൾക്കണം. വാന്തിയൻ കടലിലേക്ക് അങ്ങോട്ട് മുങ്ങി പോയതനുസരിച്ച് കഹോടകൻ ഇപ്പുറത്തു കൂടെ അങ്ങനെ പൊങ്ങി വന്നു. ഉടൻ തന്നെ ഈ കുട്ടി അഷ്ടാവക്രനും ഒരു കാര്യം ചെയ്തു കേട്ടോ. മറ്റൊന്നുമല്ല, അദ്ദേഹം വാന്തിയൻ ഇങ്ങനെ മുങ്ങിപ്പോകുന്നത് നോക്കി നിന്നു. അച്ഛൻ കഹോടകൻ പൊങ്ങി വരുന്നത് നോക്കി നിന്ന് അദ്ദേഹത്തിനും വളരെ സന്തോഷം തോന്നി. ആ സമയത്ത് വാന്തിയൻ മുങ്ങി കടലിലേക്ക് തന്നുപോയി. കഹോടകൻ പൊങ്ങി വന്നു, കരയിലേക്ക് കയറി വന്നു. ഏറെ നാളായിട്ട് അച്ഛനിങ്ങനെ ആപത്ത് പറ്റിയപ്പോൾ അച്ഛനെ രക്ഷിക്കാനായിട്ടാണ് ഈ കുട്ടി രാജകൊട്ടാരത്തിലേക്ക് വരികയും വാന്തിയൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയും അങ്ങനെ വാന്തിയനെ കടലിൽ എറിയുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് അങ്ങേക്ക് പൊങ്ങി വരാൻ പറ്റിയത്. വളരെ സന്തോഷമായി. മകനോടുള്ള സ്നേഹം എന്തുമാത്രമാണ് കഹോടകന് വർദ്ധിച്ചതെന്നറിയില്ല. പക്ഷേ എന്താ ചെയ്യണേ, കുട്ടി അഷ്ടാവക്രനല്ലേ, ഇപ്പോൾ തൻ്റെ ശാപം മൂലമാണല്ലോ ഈ കുട്ടി ഇങ്ങനെ ആയത് എന്നില്ല. കഹോടകൻ തൻ്റെ മകന് നൽകിയ ആ ശാപം അങ്ങോട്ട് തിരിച്ചെടുത്തു. ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ എന്തോയ്ക്ക് വന്ന അപ്പോഴത്തെ ചുണ്ടിക്കും ദേഷ്യത്തിനും എന്തോ അറിയാതെ കണ്ട് ഞാൻ എൻ്റെ മകനെ തന്നെ അങ്ങോട്ട് ശപിച്ചുപോയി. അതിപ്പോൾ ഈ വിധത്തിലായില്ലോ എന്ന് കരുതി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ശാപം പിൻവലിച്ചുകൊണ്ട് ഈ കടലിൽ നീയും ഒന്ന് കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അഷ്ടാവക്രൻ ആ കടലിൽ ഇറങ്ങി മുങ്ങി പറഞ്ഞപ്പോഴേ അഷ്ടാവക്രൻ്റെ വളവുകളൊക്കെ പോയി. അദ്ദേഹം നീണ്ടു നിവർന്ന് നല്ല ഒത്തൊരു മനുഷ്യനായി, നല്ലൊരു യുവാവായി, കോമളനായി, ആര് കണ്ടാലും നല്ല യോഗ്യനായ ഒരു മഹർഷിയായി മാറി ഈ അഷ്ടാവക്രൻ.
അഷ്ടാവക്രൻ്റെ ശരീരത്തിലെ ഒടിവും വളവും സർവ്വതും മാറി ഒന്നും കൂടെ നിറം വച്ചു. അദ്ദേഹം അതിസുന്ദരനായ ഒരു യുവാവായി മാറുകയും ചെയ്തു. ഇതാണ് അഷ്ടാവക്രൻ്റെ കഥ. പിതാവിൻ്റെ ശാപം മൂലം തർക്കശാസ്ത്രത്തിൽ അതിനിപുണനായ അഷ്ടാവക്രൻ ഗർഭത്തിൽ വെച്ച് തന്നെ വേദങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അച്ഛൻ ആശ്രമത്തിലെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് കേട്ട്. അങ്ങനെ കേട്ട് പഠിച്ചതിൽ അച്ഛന് പറ്റിയ ഒരു അബദ്ധം തിരുത്തി കൊടുത്തു. അച്ഛന് ആദ്യം സന്തോഷം തോന്നി, തൻ്റെ മകത്രം എടുക്കാനാണല്ലോ. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആകെ ഒരു നാണക്കേട്, ഒരു ചമ്മൽ. അദ്ദേഹം മകനെ 8 വളവുള്ളവനാകട്ടെ നീ എന്നങ്ങോട്ട് ശപിച്ചു. അങ്ങനെയാണ് ആ കുട്ടി കഹോടകൻ്റെ മകൻ അഷ്ടാവക്രനായത്. അതിനുശേഷം അച്ഛൻ ഒരാപത്തിൽപ്പെട്ടപ്പോൾ ഈ മകൻ തന്നെ തൻ്റെ വിജ്ഞാനം കൊണ്ട് അച്ഛനെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കടലിൽ മുങ്ങി നിവർന്ന കഹോടകൻ്റെ ഇതൊക്കെ പോയതുപോലെ അഷ്ടാവക്രൻ്റെ വളവുകളൊക്കെ പോവുകയും ഒടിവുകളൊക്കെ മാറുകയും ചെയ്ത അദ്ദേഹം ഒരു യുവകോമളനായി. ഇതാണ് അഷ്ടാവക്രൻ്റെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ രാമായണ മാസക്കാലത്ത് പുതിയ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ ഒന്ന് പറയണം കേട്ടോ, ഈ കഥകളതിസാഗരം എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥകളൊക്കെ കേൾക്കാനും. അപൂർവമായൊരു കഥയല്ലേ അഷ്ടാവക്രൻ്റെ കഥ. നന്ദി.